ഹലോ ഗൈസ്, എന്താണ് പരിപാടി? സുഖമല്ല എല്ലാവർക്കും? കുറെ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, എന്താ വീഡിയോ ഒന്നുമില്ലേ, വീഡിയോ ഒന്നും ഇടുന്നില്ലേ, എന്താണ് ബിസിയാണോ, മറ്റാണോ മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചോദ്യം വരുന്നുണ്ടാണ്. സത്യം പറയല്ലോ ഗൈസ്, മടിയാണ്. ഈ മടി കാരണം ഉണ്ടല്ലോ ഒരു കാര്യം ചെയ്യാൻ പറ്റൂല ജീവിതത്തിൽ. സത്യം, മടി പിടിച്ചോ തീർന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാം. എന്തായാലും മടി പിടിച്ച് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. സോ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വീഡിയോ, ഇതുവരെ ഫ്രഷ് ആയിട്ടുള്ളൊരു വീഡിയോ, ഡേ ഇൻ മൈ ലൈഫ്. ഫ്രഷാണല്ലോ. രാവിലെ എണീക്കുന്നു, പരിപാടിക്ക് പോകുന്നു, മീൻസ് ജോലി ചെയ്യാൻ പോകുന്നു, തിരിച്ചു വരുന്നു. ഇതിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻ്റൊക്കെ കിട്ടും. സോ വീട്ടിലോട്ട് പോവാം, ബാ. सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यं दैवमान्निकम्. കാലത്തെ തന്നെ നേരം വിളിക്കണല്ലോ ഈശ്വര, ലോകം അവസാനിക്കാറായോ? ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പൊ സമയം 9:30 ആയിട്ടുണ്ട്. രാവിലെ എണീച്ച് വന്നോന്നാന്ന് തോന്നുന്നു. നല്ല തലവേദന, അയ്യോ, ശബ്ദമൊക്കെ മാറി. ഓക്കെ ഗൈസ്, ഇപ്പൊ സമയം 9:30 ആയിട്ടുണ്ട്. 9 തൊട്ട് 10 മണി വരെ, 10:30 വരെ നമ്മുടെ മുമ്പിൽ സമയമുണ്ട്. 10:30 ആകുമ്പോൾ നമുക്ക് ബസ് വരും. ബസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും കാത്തിരിക്കില്ല. കറക്റ്റ് 10:30 അവർ കണ്ടെടുത്തിട്ട് അവർ പോകും. അപ്പോൾ നമുക്ക് കറച്ച് 10:30 ആകുമ്പോൾ താഴെച്ചിടണം ഗൈസ്. അപ്പോൾ ഈ സമയം ഇപ്പോൾ കറക്റ്റ് ഒരു 10 മണിയായിട്ടുണ്ട്. 10:10 ഞാനങ്ങനെ എൻ്റെ മുഖത്തധികം ഒരു സാധനങ്ങളൊന്നും തേക്കാറില്ലായിരുന്നു. ഒരു നാല് കാരണം ഞാനൊരു സാധനം തേച്ചിട്ട് എൻ്റെ മുഖം ഫുള്ള് സ്കിന്നായിരുന്നു. ഇതിപ്പോൾ മാറി വരുന്നേ ഉള്ളൂ. പക്ഷെ ഞാനിപ്പോൾ 2 പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യണം. വിറ്റാഫിലിൻ്റെ ഓയിൽ സ്കിൻ കെയറാണ്. ഇതൊരു ഫേസ് വാഷാണ്. ഫേസ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ടൊരു സൺസ്ക്രീം ഉണ്ട്, കൊറിയൻ ആണ്. പിന്നെ SPF 15+ ഒക്കെ ഉണ്ട്. അടിപൊളി സാധനമാണ്. അപ്പം ഇനി എന്തായാലും നേരെ പോവാം. കോമ്പിനേഷൻ്റെ മേളത്തെ വ്യൂ ആണത്, അടിപൊളിയാണ്. മഴ വീണു. ഈ പണ്ടാണ് ഞാൻ എപ്പോൾ ഇറങ്ങി വന്നാലും ഈ സാധനം തുറന്നു നോക്കും. രാവിലെ ആകുമ്പോൾ എൻ്റെ ദേഹത്ത് മൊത്തം വെള്ളമായിരിക്കും. കണ്ടോ, വൈബ്സ് എല്ലാം. ആ കിടക്കുന്ന വണ്ടിക്കത്താണ് നമുക്ക് പോകേണ്ടത്. വണ്ടി ഇപ്പോൾ തിരിച്ചുകൊണ്ടിരിക്കും. ഇവിടുന്ന് ഒറ്റ മനുഷ്യരെ കാണാനില്ല. നോക്കി, ഞാൻ കുറച്ച് നേരത്തെ തോന്നുന്നു. ഇതാണ് നമ്മുടെ കട. നമ്മുടെ എല്ലാവരുടെയും എന്താ പറയുക സ്ഥലത്ത് കാണില്ല. നമുക്കൊരു ഫേവറേറ്റ് കട കാണുമല്ലോ. അവിടെ ആയിരിക്കും നൈറ്റ് പോയി നിന്നിട്ട് നമ്മൾ ചായ കുടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യണത്. അങ്ങനത്തെ ഒരു കടയാണ്. എനിക്കിത് കാരണം പണിയെടുത്ത് പണ്ടാടക്കിട്ട് ഇവിടെ വരുമ്പോഴേക്കും ഇവിടെ എല്ലാവരും കാണും. പിന്നെ ഇവിടെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചായ കുടിച്ചിരിക്കും. ഇത് ആ കടയിൽ ഓർഡർ വരുന്നുണ്ട്. ഇതാണ് ഷുഗൈബ്. എവിടെ പോയി ഗൈസ്, ഈ കിടക്കുന്ന വണ്ടിക്കകത്താണ് നമുക്ക് പോകേണ്ടത്. മണിയായിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എൻ്റെ കിച്ചണിൻ്റെ താഴെ നിൽപ്പുണ്ട് ഞാൻ. 11 to 11 11 മണിയാകുമ്പോൾ ഓപ്പൺ ചെയ്തിട്ട് 10:30 ആകുമ്പോൾ ക്ലോസിംഗ് ആണ്. ഇപ്പോൾ എൻ്റെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 11 മണിയാകുമ്പോൾ കയറും. 11 മണിയാകുമ്പോൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു 8 മണിയാകുമ്പോൾ മണിക്കുള്ളിൽ ഇറങ്ങാൻ പറ്റും.
പിന്നെ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം ഷെഫിൻ്റെ ക്യാബിൻ അടുത്ത് തന്നെയുണ്ട്. ചെറിയേക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് ഞാൻ ഒന്ന് കവർ ചെയ്യാം. കിച്ചണിലൊന്നും ആരും ഇല്ലെന്ന് തോന്നുന്നു. ആ തിരക്ക് ഇപ്പോൾ ഓപ്പൺ ആകാൻ പോവാണ് കിച്ചൺ. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് തിരക്കില്ല. ഇവിടെയൊക്കെ ഒരാളൊക്കെ ഉണ്ട്. ഷെഫിൻ്റെ ക്യാബിൻ ഞാൻ കാണിച്ചില്ല. ഇവിടെ നിന്ന് കാണാൻ പറ്റൂല. ഷെഫില്ല. ചിലപ്പോൾ ഇവിടെ കാണാൻ പറയാൻ പറ്റൂല. അപ്പോൾ ഇനി നമ്മുടെ പരിപാടിയൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യണം. തിരക്കാണ് മക്കളെ, തിരക്കാണ്. ഇത് ലഞ്ച് ടൈമാണ് കേട്ടോ. ലഞ്ച് ടൈമിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കാണ്. എനിക്കും ഉണ്ട് തിരക്ക്. കിച്ചണിൽ നല്ല തിരക്കുണ്ട്. ഞാൻ അതേ മിഷൻ ബ്ലാസൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ അതേ ഓറടിച്ച് കയറ്റുന്നു. ഗൈസ്, ഇപ്പോൾ ലഞ്ച് ടൈമാണ്. ഇവിടെ ലഞ്ച് ടൈം വരുന്നത് 11:30 തൊട്ട് 2:30 വരെയാണ്. ഇപ്പോൾ സമയം 2 മണിയാകാൻ പോകുന്നു. 2:30 വരെ ഫുഡ് കാണുള്ളൂ താഴ്ചെന്ന്. ചിലപ്പോൾ നമുക്ക് ഫുഡ് കിട്ടും, ചിലപ്പോൾ കഴിക്കാൻ പറ്റും, ചിലപ്പോൾ കഴിക്കാൻ പറ്റില്ല. കാരണം തിരക്കനുസരിച്ചാണ്. ഇന്ന് അധികം തിരക്കധികം ഇല്ല, എന്നാലും തിരക്കുണ്ട്. ചിലപ്പോൾ ഞാൻ താഴെ പോയിട്ടൊന്ന് ഫുഡ് കഴിക്കും. അപ്പോൾ ഇനി താഴെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഇന്നത്തെ ലഞ്ച്. കുറച്ച് റൈസ്, പിന്നെ ദാല്, ഫിഷ്, പിന്നെ കുറച്ച് സാലഡ് എടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, ഒണിയനും പിന്നെ തൈരും മാത്രം. പിന്നെ ഒരു ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഗൈസ്, ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ ഫോർക്കും സ്പൂണൊക്കെ ഉപയോഗിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. എല്ലാവരും എനിക്ക് അങ്ങനെ ഉപയോഗിച്ചാൽ നമുക്ക് കഴിക്കാം. നമുക്ക് വേണമെങ്കിൽ പട്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചാള കഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഫോർക്കും നൈഫൊക്കെ ഉപയോഗിച്ച് ഇല്ലെങ്കിൽ സ്പൂണൊക്കെ ഉപയോഗിച്ച് കഴിക്കാം. പക്ഷെ എനിക്കെന്തോ ഈ കൈ കൊണ്ട് നമ്മൾ കഴിക്കൂല, ആ ഒരു സുഖം പിന്നെ കിട്ടൂല. ആ ഒരു വയറെന്നറിയില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് കഴിക്കാം. അപ്പം എന്നോട് ചോദിക്കും ആൾക്കാർക്ക്, ഇങ്ങനത്തെ ഫോർക്കും സ്പൂണും ഇതൊന്നും ഉപയോഗിച്ച് കഴിക്കൂല. ഞാൻ പറയില്ല, എനിക്കിതാണ് ഇഷ്ടം. എനിക്ക് ഇങ്ങനെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം കുറച്ചുകൂടി. അപ്പോഴൊന്നും വയറും മനസ്സൊക്കെ ഒന്നും അറിയുള്ളൂ എന്ന് പറയും. ഞാനാരും നോക്കാവുന്നില്ല, ഞാൻ കഴിയും. പിന്നെ അടുത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരിനോട് ചിലപ്പോൾ നമ്മളിങ്ങനെ നോക്കുമായിരിക്കാം. എനിക്ക് എന്താണ് ഇഷ്ടം ഞാൻ ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് എങ്ങനെ കഴിക്കാനാണോ ഇഷ്ടം അതുപോലെ തന്നെ കഴിക്കണം. നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം നിങ്ങൾ അതുപോലെ തന്നെ ജീവിക്കണം. നിങ്ങൾ വേറെ ആൾക്കും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ആരും ചിന്തിക്കണമെന്നോ നോക്കിയിട്ടോ നിങ്ങൾക്ക് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിലും നിങ്ങളുടെ ഒരു ചിന്താഗതിയും ജീവിക്കണം. എൻ്റെ കാഴ്ചപ്പാട് ശരിയല്ല, എൻ്റെ ചിന്താഗതി ശരിയല്ല എന്ന് പറഞ്ഞ് നടക്കരുത്. ഓക്കെ, ഇപ്പോൾ ഒരു സമയം 2:30 ആയിട്ടുണ്ട്. ഇനി തിരിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ലഞ്ചിൻ്റെ ടൈമെല്ലാം കഴിഞ്ഞ് ഇനി വീണ്ടും ഡ്യൂട്ടി കയറുകയാണ്. ഒരു കാര്യം കാണിച്ചുതരാം. നമ്മൾ പണിയൊക്കെ എടുത്ത് എന്താ പറയുക, നമ്മുടെ മൈൻഡൊക്കെ ഔട്ടായിട്ട് ഇങ്ങനെ അതിപ്പോൾ ഏത് ഇൻഡസ്ട്രി മീൻസ് ഏത് പണിയെടുത്താലും ഇപ്പോൾ ഏത് ജോലിയാണെങ്കിലും നമ്മൾ അവിടെ കുറച്ച് കൂട്ടുകാർ കാണുമല്ലോ. അവിടെ കുറച്ച് നമുക്ക് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് കൂട്ടുകാർ കാണുമല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക തെറിയൊക്കെ വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞിരിക്കാനായിട്ട്. അങ്ങനെ എനിക്കിവിടെ കുറച്ച് ആൾക്കാരുണ്ട്. കുറച്ച് നാറികൾ പണിയെടുക്കില്ല, ഫുൾ ടൈം ടീച്ചാണ്. നോക്കാൻ ഇവിടെ കാണുള്ളൂ. ഇതാണ് ഒന്നാമത്തെ ആള് ഷിനോജ്, ബായ് ഷിനോജ്. പിന്നെ ഇതിൽ കാണാനൊരു ഷെഫിൻ്റെ ലുക്കൊന്നും ഇല്ലെങ്കിലും പുള്ളി ഇറ്റാലിയിലെ ഹെഡാണ്. മാൻ ഹെഡ്. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ അവനാണ് ആൽവിൻ. ആൽവിൻ വന്നാ ഗൈസ്, ഇവിടുന്ന് റിസൈൻ കൊടുത്ത് പോവാ ഇവൻ. ഞങ്ങളെ വിട്ട് പോണ്. എന്തിനും പറഞ്ഞ പോവാണ്. പുതിയൊരു ജീവിതം തുടങ്ങും.
എങ്ങോട്ടാ പോണേ? ഇങ്ങോട്ടാണെന്ന് തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ ഞാൻ എന്തായാലും ഇവിടുന്ന് പോവാ. ഇവിടുന്ന് പോവാം. ഇവന്മാര് ഇവിടെ ഉള്ളതുകൊണ്ട് കുറച്ചെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് 2 തെറിയൊക്കെ പിടിച്ചിട്ട് ഫ്രസ്ട്രേഷനൊക്കെ തീർത്തിട്ട് വരാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് ടീംസാണ് ഗൈസ്. ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് നമ്മളൊരു 8:30 ആയപ്പോഴേക്കും 8 മണിയായപ്പോഴേക്കും കഴിഞ്ഞു. ഇനി 8:30 ആകുമ്പോഴേക്കും നമ്മൾ അക്കോമഡേഷനോട് ചെല്ലും. പിന്നെ രാവിലെ ഇട്ട ഡ്രസ്സല്ല ഇത്, കാരണം എൻ്റെ ഡ്രസ്സ് വിട്ടിരിപ്പുണ്ടായിരുന്നു, ഞാൻ എടുത്തിട്ടത്. ഇതൊക്കെ തന്നെയാണ് ഡെയിലി നടക്കുന്നത്. തിരക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം കുറച്ചും കൂടി കൂടും ഇറങ്ങാനായിട്ട്. വരവ് നേരത്തെ വരവ് കുറച്ചുകൂടി മുമ്പായിരിക്കും. കഴിച്ച നമുക്ക് പഞ്ച് ചെയ്യാം. വെട്ടം കണ്ടപ്പം വെളിയിലോട്ട് വെട്ടം കണ്ടപ്പോൾ കയറുക. ബസ് കിടക്കുന്നു. രാത്രിയായി ഇപ്പം ഇറങ്ങണേ. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എപ്പോഴാണ്, രാത്രി എപ്പോഴാണ്, വൈകുന്നേരം രാവിലെയൊക്കെ ആവുന്നതെന്നൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. ഗൈസ്, ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ പരിപാടികൾ മൊത്തം. എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. കിച്ചണിലെ ബിസി ടൈമൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. കാരണം അവിടെ അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ക്യാമറയൊക്കെ എൻ്റെ ഫോൺ എത്ര വട്ടം വല്ല ചൂടുവെള്ളത്തിലോ തീക്കകത്തൊക്കെ പോകണമെന്നറിയും. ഞാൻ അവിടെയൊക്കെ എവിടെയൊക്കെ കൊണ്ടൊക്കെ വെക്കുമ്പോൾ അതിലേക്ക് ഒന്ന് തട്ടും, താഴെ പോവും. ഇതാണ് പരിപാടി. നമുക്കിങ്ങനെ പിടിച്ച് വെച്ച് ചെയ്യാൻ പറ്റൂല. കാരണം തിരക്കിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മുടെ ജോലി ചെയ്യണം. അതുകൊണ്ട് അത് പറ്റൂല. അങ്ങനെയാണ് കുറച്ച് വീഡിയോസൊക്കെ മിസ്സായത്. പിന്നെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും കുറച്ച് വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ടിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കും. ടാറ്റാ.